ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല നിർത്താതെ പെയ്യുന്ന മഴയാണ് കേട്ടോ. മഴ മാത്രമല്ല, ഭയങ്കര കാറ്റുമാണ്. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് നോക്കി നിന്നതിന് ശേഷം ഞാൻ ശ്രീമോളെ പോയി വിളിക്കാൻ നോക്കിട്ടോ. അപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. ഞാൻ കുറേ സമയം വിളിച്ച് പിന്നെ എഴുന്നേൽക്കുന്നില്ല. പിന്നെ രാത്രിയൊക്കെ ആൾക്കൊരു പേടിയാണ്, മൂക്ക് തട്ടിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. കുറേ എഴുന്നേറ്റിരിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ രാവിലെ തീരെ എഴുന്നേൽക്കില്ല, കുറേ വൈകിട്ട് എഴുന്നേൽക്കുക. പിന്നെ ഞാൻ വിചാരിച്ച് ഉറങ്ങിക്കോട്ടെ, കുറച്ച് സമയം കൂടെ കിടന്നോട്ടെ വിചാരിച്ചു. അങ്ങനെ അതാ കിച്ചണിലേക്ക് വന്ന് ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്കൊക്കെ മഴയൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ച് തുള്ളി തുള്ളി ഇടുന്നുണ്ട്. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടതിൻ്റെ ശേഷം കുറച്ച് സമയം അങ്ങനെ നിന്ന് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ എന്താ, ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത്, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഒന്ന് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കൂല, അതേപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് പിന്നെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവയിലേക്കാണ് ഞാൻ ഈ വറുത്തത് കൊടുക്കുന്നത്. അങ്ങനെ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ഒന്നും നമ്മൾ തലേന്ന് അരച്ച് വെച്ചിട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അങ്ങനെ അത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്ത്, അതിലേക്കൊരു 1/4 കപ്പ് തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര റവ എടുക്കുന്നത് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കട്ടോ. എന്നിട്ട് അരച്ചതിൻ്റെ ശേഷം ഈ ഒരു പാകത്തിൽ മതി. എന്നിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അത് മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ. ഇത് കുറച്ച് തിക്കായ ഒരു ബാറ്ററാണ്. അപ്പോൾ കുറച്ചും കൂടി ഞാനൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളിത് ചുട്ടെടുത്താൽ മാത്രം മതി. ദോശ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ ഒഴിച്ചാൽ അങ്ങനെ ഒന്ന് വട്ടം ആക്കൂലേ, അതേപോലെ ഇതിൽ നിറയെ അങ്ങനെ ഹോൾസ് വരും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇതെങ്ങനെ ഹോൾസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കറി ഉണ്ടാക്കിയത് ഗ്രീൻ പീസ് കറിയാണ്. അപ്പം തേങ്ങയൊന്നും അരയ്ക്കാത്ത ഗ്രീൻ പീസ് കറിയാണ്. അപ്പോഴേക്കും ശ്രീമോൾ എഴുന്നേറ്റ് വന്നതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ സിറ്റ് ഔട്ടിൽ. അപ്പോൾ കുറച്ച് സമയം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മുഖമൊക്കെ ഇപ്പം കുളിക്കലൊന്നുമില്ല, കുളിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അപ്പോൾ മുഖമൊക്കെ വല്ലാതെ ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ഉപ്പേരിക്ക് ഇന്നിപ്പോൾ പയറാണ്. അപ്പോൾ പയർ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഞാൻ പയറും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോഴേക്ക് പയറും അവിടുന്ന് ആവും, കോളിഫ്ലവർ ഇപ്പുറത്തുനിന്ന് അതായിക്കോളെ. പിന്നെ ഇന്ന് ഒരു ദാൽ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ദാൽ കറി ഉണ്ടാക്കാനായിട്ട് പരിപ്പ് കഴുകിയിട്ട് നന്നായിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കുക. എപ്പോഴേക്കും കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കോളിഫ്ലവറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീമോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോളിഫ്ലവർ വറുത്തത്. പിന്നെ ഇന്ന് ദാൽ കറി ഉണ്ടാക്കാനായിട്ട് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്യിൽ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വെല്ലുള്ളി കട്ട് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പറിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ തക്കാളി ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയതാട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. അപ്പോൾ തക്കാളി ഇട്ടതിൻ്റെ ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച നമ്മുടെ പരിപ്പില്ലേ, അതിൻ്റെ ആ ചാറോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അല്പം നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. അധികം തിക്കാവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കട്ടോ. നിറയെ മല്ലിയില ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാട്ടോ. നമുക്ക് പെട്ടെന്ന് കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് നല്ല രസമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കിച്ചൺ ഇങ്ങനെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇടുമ്പോൾ കാണാൻ തന്നെ ഒരു വൃത്തിയാണല്ലോ. അപ്പോൾ ആകെ ചെറിയൊരു കിച്ചണാണ്, എന്നാലും ഞാനത് പറ്റുന്ന വിധത്തിലൊക്കെ ഒന്ന് വൃത്തിയിൽ കൊണ്ടിറക്കും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് ശ്രീമോൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് പിന്നെ വണ്ടി എടുത്തിട്ടേ ഇല്ല കേട്ടോ.
അപ്പോൾ എനിക്ക് സാധനം വാങ്ങാൻ പോകാനുണ്ട്. അപ്പം ഞാൻ കുറേ സമയം സ്റ്റാർട്ടാക്കി നോക്കി, പക്ഷേ സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സ്റ്റാർട്ടായത്. അപ്പോൾ ഞാൻ ബേക്കറിയിൽ പോയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ആരെങ്കിലും വന്നാലൊക്കെ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ സേമോളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പം ഞാൻ വന്ന ശേഷം ആൾ കരഞ്ഞ് കിടക്കുകയാണ്. കാരണം മൂക്ക് വേദനയാവുന്നതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കിടക്കുക. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ മിഠായിയൊക്കെ വാങ്ങിക്കൊണ്ടിട്ടാട്ടോ വന്നത്. നമ്മളമ്മമാരൊക്കെ പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുതരുമല്ലോ എന്ന് വിചാരിക്കുമല്ലോ. അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.